ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയ ചങ്ക്സ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. വെജിറ്റേറിയൻസിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1.5 കപ്പ് സോയ ചങ്ക്സ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് സോയ ചങ്ക്സ് അതിലേക്ക് ചേർക്കുക. കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ സോയ ചങ്ക്സ് കുക്കായി കിട്ടും. അതിനുശേഷം വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സോയ ചില്ലിയുടെ വീഡിയോയിൽ സോയ ചങ്ക്സ് കുക്ക് ചെയ്യുന്ന വിധമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സോയ ചങ്ക്സിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ വേഗം തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ് ഫ്രൈ ഒന്നുമല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയുടെ കാര്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണം ചേർത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ കുറച്ച് ഉപ്പ് കൂടെ, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതൊക്കെയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ റോസ്മെൽ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തിട്ട് വീണ്ടും സോട്ട് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരികയൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന സോയ ചങ്ക്സിൽ നിങ്ങളുടെ മസാലയ്ക്ക് അനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഈ ഒരു മസാല അതാണ് ഈ ബിരിയാണിയുടെ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിൽ ഇതേ ഒരു അളവിൽ സാധാരണ ചൂടുവെള്ളം ചേർത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് പുതിനയിലയും മല്ലിയിലും ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മസാല ഒന്ന് തിളപ്പിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം.
അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ബിരിയാണി റൈസിൻ്റെ കാര്യം നോക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫ് ചേർക്കാം, പിന്നെ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം, പിന്നെ ഇതിലേക്ക് 4 ഗ്രാമ്പൂ, 4 ഏലക്കായ, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം എന്ന് വെച്ചാൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ മുഴുവനോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 6 കപ്പ് തണുത്ത വെള്ളം, ചൂടുവെള്ളമല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നേ കുറവ് ഉപ്പ് ചേർക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം റൈസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷം വെള്ളം മുഴുവനായും ഊറ്റിയെടുത്തു. ഒട്ടും വെള്ളമില്ലാതെ വേണം തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പുതിന ഇല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും നാരങ്ങ നീരൊക്കെ ചേർക്കുമ്പോൾ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ. ഇപ്പോൾ ടോട്ടൽ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്നതാണ്. അപ്പോൾ റൈസിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റൈസിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റൈസും മസാലയും തമ്മിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റൈസിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാൻ പഴയൊരു ദോശ പാനിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചുകൊണ്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിൻ്റെ മുകളിലായിട്ട് ഫോയിൽ പേപ്പറൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെയാണ് ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു തേങ്ങാപ്പാലിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ ബിരിയാണിക്ക്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് അടച്ചു വെക്കുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയിലയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും കുറച്ച് റൈസ് റെസിപ്പീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്